iPhone ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസിലെ 13ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ ഐ ബട്ടൺ ഞാൻ കൊടുക്കുന്നിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അറിയാം, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഐഫോണിൻ്റെ വാൾപേപ്പർ വൺ ടാപ്പിൽ ചേഞ്ച് ആവുന്നത്. ഇപ്പോൾ നമ്മളൊരു ടാപ്പ് ചെയ്യുമ്പോൾ വാൾപേപ്പർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. നമുക്ക് പല രീതിയിലുള്ള ആനിമേഷൻസ് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വിച്ച് ഓൺ ആവുന്ന തരത്തിലുള്ള സ്വിച്ച് ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാപ്പിൽ നിങ്ങൾക്ക് ആ ഒരു വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മെത്തേഡൊക്കെ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. അതിനായിട്ട് നിങ്ങൾ രണ്ട് വാൾപേപ്പറാണ് യൂസ് ചെയ്യേണ്ടത്. ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്ന തരത്തിൽ, ഒന്ന് ഓൺ ആകുന്ന തരത്തിലുള്ള വാൾപേപ്പറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ബേസിക്കലി അതിനകത്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ടാപ്പിൽ നിങ്ങളുടെ വാൾപേപ്പർ മാത്രമാണ് ചേഞ്ച് ആവുന്നത്, അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും അതിനകത്ത് സംഭവിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വാൾപേപ്പർ ചേഞ്ച് ചെയ്തിട്ട് ഈ ടാപ്പിൽ വാൾപേപ്പർ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ വാൾപേപ്പർ ഇട്ടുന്നതായിരിക്കും. വാൾപേപ്പർ സെലക്ട് ചെയ്യുക. വാൾപേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടും ആഡ് ന്യൂ വാൾപേപ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മുകളിലായിട്ട് ഫോട്ടോ ഷഫിൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഫോട്ടോ ഷഫിൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത്തരത്തിലൊരു ഓപ്ഷൻസ് നിങ്ങളുടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള ആൽബംസ് നമുക്കിവിടെ അങ്ങനെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്കിവിടെ കണ്ടും ഷഫിൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വാൾപേപ്പർ ചേഞ്ച് ആവുന്നത് ടൈം ബേസിസിലാണ്. അതായത് ഇപ്പം 1 മണിക്കൂർ എത്തുമ്പോൾ നമ്മുടെ വാൾപേപ്പർ ചേഞ്ച് ആവുക എന്നുള്ളൊരു മെത്തേഡാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ എന്ന് പറയുന്നത് ഓൺ ടാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ ഇനേബിൾ ആണ്. അതായത് ഓൺ ടാപ്പ് നമ്മൾ സ്ക്രീനിൽ എപ്പോഴൊക്കെ ടാപ്പ് ചെയ്യുന്നതോ നമ്മുടെ വാൾപേപ്പർ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഓൺ ലോക്ക് ഉണ്ട്, അതാണ് ഞാൻ അവിടെ എൻ്റെ ഫോണിൽ ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് എൻ്റെ ഫോൺ ലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യുമ്പോൾ വേറൊരു വാൾപേപ്പർ ആയിരിക്കും കാണിക്കുന്നത്. പിന്നീട് ലോക്ക് ചെയ്തിട്ട് പിന്നീട് കാണിക്കുമ്പോൾ വേറൊരു വാൾപേപ്പർ ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് ടൈം ഉണ്ട്. പിന്നെ ഡെയിലി ഒരു ദിവസം ഫുള്ള് ഒരു വാൾപേപ്പർ നിൽക്കുക, അടുത്ത ദിവസം ആകുമ്പോൾ അടുത്ത വാൾപേപ്പർ വരിക എന്നുള്ളൊരു മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇവിടെ കറൻറ്റ് യൂസ് ചെയ്യുന്നത് ഓൺ ലോക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഓൺ ലോക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ട് ഓൺ ടാപ്പ് തന്നെ സെലക്ട് ചെയ്യാം. ഓൺ ടാപ്പ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വേണ്ടുന്ന വാൾപേപ്പേഴ്സ് സെലക്ട് ചെയ്യാനിട്ട് ഇവിടെ ഉണ്ട് നേച്ചർ എന്ന് പറഞ്ഞ് ഓൾറെഡി നമ്മുടെ ഫോൺ തന്നെ ഒരു കാറ്റഗറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആൽബം ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് മാനുവലായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടും സെലക്ട് ഫോട്ടോസ് മാനുവലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് ആപ്പ് ഓപ്പൺ ആയിട്ട് അതിനകത്തുള്ള വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഇവിടെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഫോട്ടോസ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാൾപേപ്പർ ഓൾറെഡി സെറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് വർക്കാവുന്നത് ജസ്റ്റ് കാണിച്ചത്. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഇപ്പം ഓൺ ലോക്കിലാണ് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലോക്ക് ചെയ്തിട്ട് അൺലോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ ഫോണിൽ വേറൊരു വാൾപേപ്പർ ആയിരിക്കും വരിക. ഇപ്പോൾ എനിക്ക് കൂടുതലും കാറുകളോട് വളരെ താല്പര്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വാൾപേപ്പേഴ്സ് എല്ലാം കാറുകളായിരിക്കും വരിക. അപ്പം ഞാൻ കുറേ കാറിൻ്റെ വാൾപേപ്പേഴ്സുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് എൻ്റെ ഈ ഒരു വാൾപേപ്പേഴ്സ് നമ്മൾ ഓൺ ലോക്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാൾപേപ്പേഴ്സ് കിട്ടണമെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എൻ്റെ വാൾപേപ്പേഴ്സ് എല്ലാം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ യൂസ് ചെയ്യുന്ന വാൾപേപ്പേഴ്സ് എല്ലാം എൻ്റെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ പേജിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതായിരിക്കും. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അവിടെ ഒരു ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ആ ഒരു പേജിലായിരിക്കും വരിക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ എപ്പോഴെങ്കിലും കളവ് പോവുകയാണെങ്കിൽ നമ്മുടെ ഫോൺ കട്ടുകൊണ്ട് പോകുന്ന ആൾക്കാർ ആദ്യം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ എയർപ്ലെയിൻ മോഡോ അല്ലെങ്കിൽ വൈഫൈയോ കാര്യങ്ങളെല്ലാം നെറ്റ്വർക്കിൽ നിന്ന് ഓഫ് ചെയ്യാനായിരിക്കും അവർ നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഫോൺ ലോക്കായിരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഒരു വൈഫൈയും എയർപ്ലെയിൻ മോഡും ഒക്കെ ഓൺ ആക്കണമെങ്കിൽ നമ്മുടെ കൺട്രോൾ സെൻറ്ററിലേക്കുള്ള ഒരു ആക്സസ് അവർക്ക് വേണം. അപ്പോൾ ഈ ഒരു ആക്സസ് നമുക്ക് ഓഫ് ചെയ്തിടാൻ പറ്റുന്നതാണ്. ഈ ഒരു ആക്സസ് ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. ഐഡി ആൻഡ് പാസ്കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് നേരെ താഴേക്ക് വന്നതിന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എലോഡ് ആക്സസ് വെൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഞാൻ അവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നിങ്ങളും നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്തിടുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസൊക്കെ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ കൺട്രോൾ സെൻറ്റർ ചെയ്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് അവർക്ക് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇനേബിൾ ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കൺട്രോൾ സെൻറ്ററോട് ഓഫാണ്. ഇവിടെ കണ്ട് നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഓഫാണ്. ടുഡേ വ്യൂ ആൻഡ് സെർച്ച് ഓഫാണ്. പിന്നെ എൻ്റെ സിറി ഓഫാണ്. ഹോം കൺട്രോൾ ഓഫാണ്. വാലറ്റും ഓഫാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ലോക്കായിരിക്കുന്ന സമയത്ത് വേറെ ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഫോണിവിടെ ലോക്കാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻസും നമ്മുടെ കൺട്രോൾ സെൻറ്ററും ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ കുറച്ചുകൂടെ പ്രൈവസി നമ്മൾ കൂട്ടിയിട്ട് നമ്മുടെ ഫോൺ സേഫ് ആക്കുന്നത്. അടുത്ത മെയിനായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഡിസേബിൾ ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം ഏതെങ്കിലും സൈറ്റ്സിലൊക്കെ പോകുന്ന സമയത്ത് ചില ട്രാക്കേഴ്സ് നമ്മുടെ ഫോണിലേക്ക് കുക്കീസായിട്ടും പല പല രീതിയിൽ നമ്മുടെ ഫോണിൽ കയറി കൂടാറുണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള 2 സെറ്റിങ്സാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ സഫാരി കിട്ടുന്നതായിരിക്കും. ആപ്സിൽ പോവുക, സഫാരി സെലക്ട് ചെയ്യുക. സഫാരി സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും പ്രൈവസി പ്രിസർവിങ് ആഡ് മെഷർമെൻറ്റ് എന്നും പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്നതുകൊണ്ടുള്ള മെയിൻ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡേറ്റാസും കാര്യങ്ങളൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസികൾക്ക് പോവാതെ നമുക്ക് തടയാനായിട്ട് ഈ ഒരു ഫീച്ചർ നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നതായിരിക്കും. അടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ കണ്ടും ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സിനകത്ത് നമുക്ക് ട്രാക്കിംഗ് ചെയ്യാനുള്ള ഫീച്ചറുള്ള കുറച്ച് ആപ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഡിസേബിൾ ചെയ്യുന്ന വഴി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ആപ്സ് നമ്മളെ ട്രാക്ക് ചെയ്തിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ബാരിയർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു ടോഗിൾ ഓഫ് ചെയ്യുന്ന വഴി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ഫോൺ നമുക്ക് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ടുള്ളൊരു ഫീച്ചറാണ് നമുക്ക് വോക്കൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്കിപ്പം ഐഫോൺസിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വോക്കൽ ഷോർട്ട് കട്ട്സിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമുക്ക് വോയിസ് യൂസ് ചെയ്ത് നമ്മുടെ ഫോണിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക, ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ വോക്കൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കണ്ടും മുകളിൽ സെറ്റപ്പ് വോക്കൽ ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സെറ്റപ്പ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടും സെറ്റപ്പ് വോക്കൽ ഷോർട്ട് കട്ട്സ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് ഫീച്ചറാണ് നമുക്ക് വോക്കൽ ഷോർട്ട് കട്ട് വഴി നമുക്ക് ഇനേബിൾ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ കാണിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാനത് മെയിനായിട്ടും ഈ ഒരു വീഡിയോ കാണി ഏതെങ്കിലും ഒരു ഫീച്ചർ കാണിച്ചു തരാം. ഷസാമ് സെലക്ട് ചെയ്യാം. ഷസാമ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഫീച്ചറാണ്. അതായത് നമുക്കിപ്പം ഞാനിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മോളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെയൊക്കെ ചില പാട്ടുകൾ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സോങ്ങൊക്കെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഷസാമാണ്. അപ്പോൾ ഷസാമാണ് ഞാൻ അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു വേർഡ് സെലക്ട് ചെയ്യാം. മലയാളത്തിൽ തന്നെ പറയാം. ഇത് ഏതാ പാട്ട്? നമുക്ക് ഇത് പറയാം. ഗോ. ഇതേതാ പാട്ട്? ഇതേതാ പാട്ട്? ഇത് ഏതാ പാട്ട്? ഇപ്പോൾ നമ്മൾ 3 തവണ ആ ഒരു വേർഡ് നമ്മൾ പറയേണ്ടതാണ്. പറഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ആക്ഷൻ റെഡിയാണെന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ എപ്പോഴൊക്കെ ആ ഒരു വേർഡ് പറയുന്നുണ്ട് ഉടനെ തന്നെ ഷസാം വർക്കാവുന്നതായിരിക്കും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഏതാ പാട്ട്? ഇവിടെ നമ്മുടെ ഷസാം ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് ഇവിടെ നമുക്ക് ലിസൺ ചെയ്ത് ആ ഒരു റിസൾട്ട് നമുക്കിവിടെ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മെയിനായിട്ടും ഷസാം യൂസ് ചെയ്യുന്നത് എൻ്റെ ലോക്ക് സ്ക്രീനിൽ തന്നെയാണ്. ഞാൻ അവിടെ ഒരു കസ്റ്റമൈസേഷൻ ഇവിടെ ആയിട്ട് ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷസാമാണ് എനിക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇനേബിൾഡ് ആവുന്നത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഐക്കണിൽ നിന്ന് ഞാൻ ഷസാം ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഐക്കൺ എങ്ങനെയാണ് ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ലോക്ക് സ്ക്രീൻ ജസ്റ്റ് കസ്റ്റമൈസ് ചെയ്യുക. കസ്റ്റമൈസ് കൊടുക്കുക. ഇവിടെ വന്നതിന് നമുക്ക് ഇവിടെ ഈ ഒരു ഐക്കൺ എഡിറ്റ് ചെയ്യാൻ പറ്റി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ 2 റിമൂവ് ചെയ്യുന്നുണ്ട്. റിമൂവ് ആയിട്ട് ജസ്റ്റ് പ്ലസ് ഐക്കൺ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഏത് ഫീച്ചറാണോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അപ്പം ഷസാമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ടോർച്ചും തന്നെയാണ്. കാരണം നമുക്ക് മുമ്പൊക്കെ നമുക്ക് ഈ ഒരു ടോർച്ച് റിമൂവ് ആക്കണമെന്ന് ഒത്തിരി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ടോർച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐക്കൺ തന്നെ ആയതുകൊണ്ടാണ് ഇവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്കത് വേറെ ആപ്പ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഇരുട്ടത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നോക്കണമെങ്കിൽ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ടോർച്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കുറേ പാടുപെടേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ടോഗിൾ തന്നെയാണ് ടോർച്ച് അവിടെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാമറ ആക്സസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു ക്യാമറയ്ക്ക് വേണ്ടി ഈ ഒരു ടോഗിൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം നമുക്ക് ഫ്രീ ആക്കിയിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും മുകളിലായിട്ടൊരു ഓറഞ്ച് ബട്ടൺ, അതായത് ഒരു ഓറഞ്ച് ലൈറ്റ് ഇവിടെ ഓണായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ മൈക്ക് ഇപ്പോഴും ആക്റ്റീവാണ്. ഇപ്പോൾ ഈ വോക്കൽ ഷോർട്ട് കട്ട്സ് ആക്റ്റീവാക്കി വെക്കുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മൈക്ക് ഓൾവേസ് ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വോക്കൽ ഷോർട്ട് കട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത് ഓഫ് ചെയ്യാൻ കണ്ടില്ല, ആ ഒരു മൈക്കിൻ്റെ ഐക്കൺ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആണ്, ആവശ്യമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനൊരു വോക്കൽ ഷോർട്ട് കട്ട്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് ഞാൻ ഇപ്പോൾ സ്ക്രീൻഷോട്ടും ഷസാമാണ് കാണിച്ചത്. ഷസാമിന് ഞാൻ ഓൾറെഡി ഞാൻ എങ്ങനെ ചെയ്യുന്നത് ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തന്നു.
സ്ക്രീൻഷോട്ട് ഞാൻ ബാക്ക് ടാപ്പ് അതിനാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ടാപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചർ. അപ്പോൾ അതുവഴി നമുക്ക് സ്ക്രീൻഷോട്ട്സ് അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഈ ഒരു വോക്കൽ ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യേണ്ട കേസ് വരുന്നത് ആർക്കാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ ഉണ്ടായാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അടുത്ത മെയിനായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ചില ബാസ് ഹെവി ആയിട്ടുള്ള ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ വോളിയം ഫുള്ളിൽ വെച്ചാലും നമുക്ക് ആ ഒരു പവർ പോരെന്ന് തോന്നും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സൗണ്ട് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫോണിൻ്റെ ഇക്വലൈസറിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് വോളിയം കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക, താഴേക്ക് വന്നിട്ട് നമ്മൾ ആപ്സിൽ പോയിട്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ മ്യൂസിക് സെലക്ട് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ഇവിടെ പോയി മ്യൂസിക് സെലക്ട് ചെയ്യുക. മ്യൂസിക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടും EQ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അതായത് ഇക്വലൈസറാണ്. അത് ഇക്വലൈസർ സെലക്ട് ചെയ്തിട്ട് ലേറ്റ് നൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു EQ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ സൗണ്ട് കുറച്ചും കൂടെ ഇൻക്രീസ് ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആക്സസിബിലിറ്റിയിൽ പോവുക, ഓഡിയോ ആൻഡ് വിഷ്വൽ സെലക്ട് ചെയ്യുക. എൻ്റെ ഇവിടെ ഹെഡ്ഫോൺ അക്കോമഡേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ഒരു ഹെഡ്ഫോൺ അക്കോമഡേഷൻ ഇനേബിൾ ചെയ്തിട്ട് ഇവിടെ കണ്ടിട്ട് നമുക്കൊരു സ്ലൈഡർ കിട്ടുന്നുണ്ട്. സ്ലൈറ്റ്, മോഡറേറ്റ്, സ്ട്രോങ് എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് ഇവിടെ കണ്ടിട്ട് ഒപ്റ്റിമൈസിങ് ഫോർ ബാലൻസ്ഡ് ടോൺ വിൽ പ്രൊവൈഡ് ബൂസ്റ്റ് ഓവർ എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. നമ്മുടെ ഹെഡ്ഫോണിലൂടെ കേൾക്കുന്ന ഫ്രീക്വൻസിയിൽ ചെറുതായിട്ട് ഇൻക്രീസ് ഉണ്ടാക്കുന്നതാണ്, ഒരു ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ബൂസ്റ്റ് എത്രത്തോളം വേണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ സ്ട്രോങ്ങിലാക്കിയിട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ ഹെഡ്ഫോൺസൊക്കെ പൊളിക്കും. ആ തരത്തിലുള്ള സൗണ്ടായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ ഹെഡ്ഫോൺസിലൂടെ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ റിസൾട്ട് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു യൂസ്ഫുൾ ആയിട്ട് ഫീച്ചർ നമുക്ക് ഇതിപ്പം മെയിനായിട്ട് വന്നിരിക്കുന്ന ആപ്പിൾ ഇൻ്റലിജൻസിലാണ് വന്നിരിക്കുന്നത്. ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ iPhone 15 Pro മുതൽ മുകളിലോട്ടുള്ള ഫോൺസിലായിരിക്കും ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് മെയിനായിട്ടും വരിക. പക്ഷേ ചിലവർ അതിന് തൊട്ട് താഴെയുള്ള ഫോൺസിലൊക്കെ ആപ്പിൾ ഇൻ്റലിജൻസ് വർക്കാവുന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഗിമിക്കാണ്. നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഉള്ള ഫീച്ചേഴ്സൊന്നും നമുക്ക് അതിനകത്ത് കിട്ടില്ല. കാരണം അതിന് ഇനേബിൾ ചെയ്യാനുള്ള ആപ്പിൾ ഇൻ്റലിജൻസ് വർക്കാവാനുള്ള ഹാർഡ്വെയർ ആ ഫോണിൽ കുറവാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും അതിനകത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ബഡ്ജറ്റ് നോക്കിയിട്ട് നിങ്ങളൊരു ആപ്പിൾ ഇൻ്റലിജൻസും കൂടെ യൂസ് ചെയ്യാമെന്നും പറഞ്ഞൊരു 14 എടുക്കുവാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഉള്ള എക്സ്പീരിയൻസ് നമുക്ക് അതിനകത്ത് കിട്ടത്തില്ല. ഇനി വരുന്ന ഫീച്ചേഴ്സൊക്കെ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു 15 Pro സീരീസൊക്കെ തന്നെ നിങ്ങൾ എടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് വന്ന ചെറിയൊരു ഫീച്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് എൻ്റെ മെയിൽ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ മെയിൽ ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വന്ന മെയിൽ എന്ന് പറയുന്നത് റീഫണ്ട് ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു. അതായത് ഞാൻ ഒരു ആപ്പ് പർച്ചേസ് ചെയ്തായിരുന്നു ആപ്പ് സ്റ്റോറിൽ നിന്ന്. അപ്പോൾ പക്ഷേ എനിക്ക് ആ ഒരു ആപ്പ് ഞാൻ പർച്ചേസ് ചെയ്തതല്ല, ആപ്പ് ഫ്രീ വേർഷൻ ആയിരുന്നു. ഫ്രീ വേർഷന് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ട്രയൽ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ആ ആപ്പ് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ട്രയൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്തു. ട്രയൽ 3 ദിവസമായിരുന്നു. പക്ഷേ ആ ഒരു 3 ദിവസം ഞാനൊരു ട്രയൽ വേർഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഒരു ട്രയൽ ക്യാൻസൽ ചെയ്യാൻ മറന്നുകൊണ്ട് തന്നെ 3ാമത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1 വർഷത്തേക്കുള്ള എമൗണ്ടാണ് ഡിഡക്റ്റ് ചെയ്തത്. അപ്പോൾ അത് കുറച്ച് വലിയ എമൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ തന്നെ ആപ്പിളിൽ പോയിട്ട് അത് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് ആ ഒരു പൈസ റീഫണ്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു റീഫണ്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങി നിങ്ങൾക്ക് അത് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു മെത്തേഡ് കൂടെ ഉണ്ടെന്നാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ റീഫണ്ട് വന്നതിൻ്റെ ഒരു റീഫണ്ട് റിക്വസ്റ്റ് കൊടുത്തതിൻ്റെ ഒരു മെയിലാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത്. അക്നോളജിങ് മെയിലാണ് വന്നിരിക്കുന്നത് ആപ്പിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫീച്ചർ എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ സമ്മറൈസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്കിവിടെ കിട്ടുന്നുണ്ട്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെയിലുള്ള കാര്യം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ചെറുതാക്കിയിട്ട് മുകളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ടും ഈ ഒരു ഫുൾ മെയിലിൻ്റെ കാര്യങ്ങൾ ഷോർട്ടാക്കിയിട്ട് നമുക്ക് മുകളിലായിട്ടൊരു സമ്മറി ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് വലിയ നീളത്തിലുള്ള മെയിൽ ഫുള്ള് വായിക്കേണ്ട കാര്യമില്ല. മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സമ്മറൈസ് ഫീച്ചർ വഴി നമുക്ക് ചെറുതാക്കി മുകളിൽ തന്നെ ഇനി മുതൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ചെറിയൊരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ചെറിയൊരു ഫീച്ചറാണ്. ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി ചേർന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് തന്നെ വേറൊരു ഫീച്ചറും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ കുറച്ച് ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ കണ്ടും ഈ ഒരു നോട്ട്സ് ആപ്പിലാണ് ഞാൻ കുറച്ച് ടെക്സ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല മിസ്റ്റേക്സ് വരാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള നമ്മുടേതായ ഒരു രീതിയിലായിരിക്കും നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്കത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ എഴുതണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഈ മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലൊരു പ്രൊഫഷണൽ രീതിയിലൊക്കെ എഴുതണം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏത് ഒക്കേഷന് വേണ്ടിയാണ് നമ്മളത് എഴുതുന്നത് ആ ഒരു ഒക്കേഷൻ രീതിയിലൊക്കെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ അത് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾ ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഡേറ്റ സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടും ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് വേറെ 2 ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് ഈ ഒരു ഐക്കണകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ പ്രൂഫ് റീഡർ എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നൊന്ന് റീറൈറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ട് ഫ്രണ്ട്ലി ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, കോൺസൈസ് ഉണ്ട്. അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. താഴേക്ക് ഒന്നേ നമുക്ക് കിട്ടും സമ്മറി ഉണ്ട്, കീ പോയിൻറ്റ്സ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ടേബിൾ ഉണ്ട്. അപ്പം നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റിനകത്ത് നമുക്ക് അതിലൊരു കീ പോയിൻറ്റ്സ് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കീ പോയിൻറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അത് കീ പോയിൻറ്റ്സ് ആയിട്ട് നമുക്കിവിടെ താഴെ കാണിക്കുന്നതായിരിക്കും. ഇനി അതല്ല നമുക്ക് വേണം നമുക്കതൊരു ടേബിളായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ വേർഷനിൽ തന്നെ ഒരു ഷീറ്റായിട്ട് നമുക്കത് വരുന്നതായിരിക്കും. ഇനി അതല്ല നമുക്ക് വേണ്ടുന്നത് ഒരു ലിസ്റ്റാക്കി വേണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അനലൈസ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ലിസ്റ്റ് രൂപത്തിൽ അത് വരുന്നതായിരിക്കും. പിന്നെ അതുമല്ല നമുക്ക് ഒരു സമ്മറിയാണ് വേണ്ടുന്നതെങ്കിൽ സമ്മറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സമ്മറൈസ് ചെയ്ത് വരുന്നതായിരിക്കും. പ്രൊഫഷണൽ രീതിയിലുണ്ട്, ഫ്രണ്ട്ലി രീതിയിൽ എഴുതാൻ പറ്റും, പ്രൂഫ് റീഡ് ഉണ്ട്. പ്രൂഫ് റീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നും അനലൈസ് ചെയ്യുന്നതോടെ കണ്ടിട്ട് നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. എറേഴ്സും കാര്യങ്ങളും എല്ലാം മാറുന്നതായിരിക്കും. വേറെ ഒരു കുഴപ്പം അതിനകത്ത് കാണത്തില്ല. ഇനി നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ വേറെ രീതിയിൽ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. റീറൈറ്റ് എടുക്കുക നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വേറെ രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് എഴുതി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ അത് സ്റ്റാർട്ടിങ് ഫീച്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇനിയും കൂടുതൽ ഫീച്ചേഴ്സൊക്കെ ഇനിയും ഫ്യൂച്ചറിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ട് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ ബീറ്റ സ്റ്റേജിലെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഈ ആപ്പിൾ ഇൻ്റലിജൻസ് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ ജസ്റ്റ് പെട്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് സെറ്റിങ്സ് എടുക്കുക. താഴേക്ക് ഒന്ന് നിങ്ങളുടെ കണ്ടും ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫോൺ 15 Pro മുതൽ മുകളിലോട്ടുള്ള ഫോണായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ടോഗിൾ ഇനേബിൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഫീച്ചർ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇവിടെ വന്നിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് ആപ്പിൾ ഇൻ്റലിജൻസ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ വന്നത് ഇനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് ഇനേബിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കണക്റ്റും കുറച്ചധികം കാര്യങ്ങൾ ഡൗൺലോഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം ഡൗൺലോഡ് ആവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ആപ്പിൾ ഇൻ്റലിജൻസിന് വേണ്ടിയുള്ള കുറേയധികം ഫീച്ചേഴ്സിനകത്തേക്ക് ഡൗൺലോഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഇനേബിൾ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്രൈവസി കൺസേൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈവസി കൺസേൺ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. താഴേക്കൊന്ന് കൂടെ കാണാൻ പറ്റും. ആപ്പ് ക്ലിപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ആപ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ട് മുകളിൻ്റെ ഈ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി ആപ്പ് ആക്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആപ്പിൾ ഇൻ്റലിജൻസിനും സിറിക്കും ഈ ഒരു 2 കാര്യങ്ങളിലേക്ക് ഫുൾ ആക്സസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട് നമുക്ക് ലേൺ ഫ്രം ദിസ് ആപ്പ് ക്ലിപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഇവർക്ക് ആപ്പിൾ ഇൻ്റലിജൻസിനും സിറിക്കും ലേൺ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ അത് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾക്കൂടെ ആക്സസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മളിതൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതാണ് കാര്യമാണ്. ആപ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിനും സിറിക്കും ആക്സസ് ഉള്ള ആപ്പുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ബാങ്കിങ് ആപ്സ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വാട്സാപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടല്ല ഇതിനകത്ത് നിന്ന് കയറിയിട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുത്താൽ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട് ലേൺ ഫ്രം ദിസ് ആപ്പ് എന്ന്. കാൽക്കുലേറ്റർ എന്ന് എന്താണ് ലേൺ ചെയ്യണമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ആവശ്യമില്ലാത്തതെല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഫോണിലുള്ള ആവശ്യമില്ലാത്ത ആപ്സിനകത്തെല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ആപ്പിൾ ഇൻ്റലിജൻസോ സിറിയോ ഒന്നും ലേൺ ചെയ്ത് വയ്ക്കേണ്ട ഒരാവശ്യമില്ല, എൻ്റെ ബാങ്കിങ് ആപ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേഫായിട്ട് തന്നെ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസും സിറിയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സിറി എങ്ങനെയാണ് വരുന്നതെന്നുള്ള ഒരു ആനിമേഷൻ നിങ്ങൾ കണ്ടു കാണുക. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിന് ചുറ്റിനുമായിട്ട് ഈ ഒരു കളേർഡ് ലൈൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ പുതിയ സിറി ഇപ്പോൾ വർക്കാവുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടൈപ്പ് 2 സിറി യൂസ് ചെയ്ത് നമുക്ക് സിറി ഇൻവോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനകത്ത് ജസ്റ്റ് നിങ്ങളുടെ താഴെയുള്ള ഈ ഒരു 2 ലൈനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സിറി ഇവിടെ ഓണായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു കളർ നമുക്ക് ഈ ഒരു കീബോർഡ് സെക്ഷനിൽ ഫുള്ളായിട്ട് തന്നെ കറങ്ങി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സ് ആപ്പിൽ ഈ ഒരു നമ്മുടെ കുറച്ച് മുമ്പ് എടുത്ത ആ ഒരു സെക്ഷൻ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് സെക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യുന്നതിലാണ് കുറച്ച് ഫീച്ചേഴ്സ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാനകത്ത് ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും താഴെ കുറച്ച് കാര്യങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇനി എന്താണ് നമുക്ക് നമ്മുടെ എയുടെ ഒരു ഐക്കണോട് കിട്ടിയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ടൂൾസ് നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതല്ല നമുക്കിവിടെ എടുക്കേണ്ടത്. നമുക്ക് ഇതിനകത്ത് ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് പല പല കാര്യങ്ങൾ പല പല രീതിക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ട് നമുക്ക്
എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതാണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കിട്ടുന്നതാണ്. നമുക്ക് ടൈറ്റിൽ ബോൾഡ് ആക്കാം, പിന്നെ നമുക്ക് ഇറ്റാലിക്സ്, പിന്നെ അണ്ടർലൈൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ ഇവിടെ ഒരു കളറിൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് പർപ്പിളാക്കി കൊടുക്കുമ്പോൾ ഇവിടെ എൻ്റെ കളറ് പർപ്പിളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് കളേഴ്സൊക്കെ ഞാൻ ഇവിടെ ഇത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നോട്ട്സ് ആപ്പിലും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് അറിയിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തൊരു ഫീച്ചർ നമുക്ക് വന്നിരിക്കുന്നത് കാൽക്കുലേറ്ററാണ്. കാൽക്കുലേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഫീച്ചേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. പുതിയ കാൽക്കുലേറ്റർ നമുക്ക് എത്ര വേണം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നതാണ്. മുമ്പായിരുന്നു നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലിമിറ്റൊന്നുമില്ല, നമുക്ക് എത്ര വേണോ നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഡിലീറ്റ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോരോ നമ്പറായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മൊത്തമായിട്ട് പോകണമെങ്കിൽ ജസ്റ്റ് പ്രസൻറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഫുള്ളായിട്ട് പോകുന്നതായിരിക്കും. അവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാൽക്കുലേറ്ററിൻ്റെ പടം കിട്ടുന്നുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ബേസിക് ഉണ്ട്, സയൻറ്റിഫിക് ഉണ്ട്, മാത്ത് നോട്ട്സ് ഉണ്ട്, കൺവേർട്ട് ഉണ്ട്. സയൻറ്റിഫിക് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഇവിടെ വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് മാത്ത് നോട്ട്സ് വന്നിട്ടുണ്ട്. മാത്ത് നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് സമ്മായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ എന്തായാലും വന്നിട്ട് ഇത്ര ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്കിവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സമ്മും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഡൺ കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒന്നും കൂടെ ഇതിൻ്റെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈക്വൽ ടു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു സംഭവം നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ബേസിക്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള അതിനകത്തേക്ക് പോകുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കറൻസി കൺവേർട്ട് ചെയ്യണോ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പം ഇതിൻ്റെ കറണ്ട് റേറ്റ് എന്താണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ വൈഫൈ ഞാൻ ഇവിടെ ഓഫ് ചെയ്യുന്നുണ്ട്. എയറോപ്ലെയിൻ മോഡിൽ ഇടുന്നുണ്ട്. എൻ്റെ ഡേറ്റ എല്ലാം ഓഫാണ്. നമുക്ക് ഇൻ ഫോണിൽ തന്നെ നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കറൻസി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കറൻലി AED ആണ് ഇട്ടിരിക്കുന്നത്. AED മാറ്റിയിട്ട് ഞാൻ ഇവിടെ എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഞാൻ റുപ്പീസിലേക്ക് മാറ്റുന്നുണ്ട്. ഇന്ത്യൻ റുപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയണം എൻ്റെ ദിറംസ് ഇപ്പം എത്രയാണ് ഇന്ത്യൻ റുപ്പിയിലേക്ക് വേണ്ടുന്നതെന്ന് എനിക്ക് അറിയണം. അതിനായിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഞാൻ ഒരു ഫോൺ വാങ്ങിച്ചത് 5100 ദിറംസിനാണ് ഞാൻ അവിടെ ഈ ഒരു ഫോൺ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ഇന്ത്യൻ കറൻസിയിൽ വരുമ്പം 1,15,868 ഞാൻ ഒരു ഫോൺ വാങ്ങാനായിട്ട് ഞാൻ അവിടെ ചിലവാക്കിയത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പം ഇതിൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കറൻസി ഇടാൻ പറ്റും. ഇപ്പം ഡോളേഴ്സ് ആക്കി നോക്കാം. ഇതൊക്കെ നമ്മുടെ ഫോണിൽ ഈ ഒരു ഫോണിൽ തന്നെയാണ് കറക്റ്റായിട്ട് കൺവേർട്ട് ആവുന്നത്. നമുക്ക് ഏത് സ്ഥലത്തെ വേണമെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ US ഡോളർ കൂടെ ഉണ്ട്. US ഡോളറിൽ നമുക്ക് നോക്കാം. 5100 ദിറംസ് എന്ന് പറയുന്നത് അവിടുത്തെ $1388. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് കാര്യങ്ങളും നമുക്ക് ഇവിടെ കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൺവേർഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചർ. നമുക്ക് ഓൺലൈനിൽ പോയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് കാൽക്കുലേറ്റർ തന്നെ ചെയ്യണമെന്നില്ല. നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഈ ഒരു ഇവിടെ വന്നിട്ട് സെർച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പം ഇവിടെ ചെയ്യുന്നുണ്ട് 5100 AED to INR എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ റിസൾട്ട് ഇവിടെ മുകളിൽ തന്നെ വരുന്നതായിരിക്കും. ഇതിപ്പം കറൻസി ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം വൈഫൈ കണക്ട് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വൈഫൈ ഓഫ് ആണെങ്കിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു നോർമലായിട്ടുള്ള റേറ്റ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇപ്പം പവേർഡായി നിൽക്കുന്നത് യാഹൂ ഫിനാൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയ കൺവേർഷൻസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 25+ ഇത്രയും വലിയ സം അടിച്ചാലും നമുക്ക് റിസൾട്ട് ഇവിടെ തന്നെ കിട്ടുന്നത്. എനിക്ക് കാൽക്കുലേറ്ററിനകത്ത് പോകേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അതാണ് നമുക്ക് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് തന്നെ ഇപ്പം കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. UI കാര്യങ്ങളൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് ഈ ഒരു iOS 18 വന്ന പുതിയൊരു ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. അതായത് ഐ ട്രാക്കിംഗ് എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര്. അതായത് നമുക്ക് കണ്ണുകൾ കൊണ്ട് നമ്മുടെ ഈ ഒരു ഫോൺ നമുക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതെങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചു തരാം. സെറ്റിങ്സ് എടുക്കുക, താഴേക്ക് വന്ന് ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യുക. ആക്സസിബിലിറ്റി സെലക്ട് ചെയ്തിട്ട് നേരെ താഴേക്ക് വന്നതിന് നിങ്ങളുടെ കാണാൻ പറ്റും ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ട്രാക്കിങ് നിങ്ങളിവിടെ വന്നിട്ട് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുക്കുന്നുണ്ട് കാണാൻ നമുക്ക് ഈ ഒരു നമ്മുടെ കണ്ണ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഫോൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളൊരു സ്ക്രീൻ നമുക്കിവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ഇവിടെ കണ്ട് ബ്രിങ് യുവർ ഫേസ് ഇൻറ്റു വ്യൂ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ ആ ഒരു ഫീൽഡിലേക്ക് നമ്മുടെ മുഖം കൊണ്ടുവന്നതിൽ മാത്രമേ നമുക്ക് നമ്മുടെ കണ്ണ് ഈ ഒരു ഫോണിന് സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ഓരോരോ ടോഗിൾസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്.
അപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷേ ഞാൻ അത് ഓഫ് ചെയ്തിട്ടിരുന്നത്. കാരണം നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമുക്കിത് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ഓഫ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇനേബിൾ ചെയ്യേണ്ട ഇവിടെ ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ഫീച്ചർ ഇവിടെ ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡോട്ട് വരുന്നതായിരിക്കും. ഈ ഒരു ഡോട്ട് ഇങ്ങനെ സ്ക്രീനിൽ പല പല സ്ഥലത്തേക്കായിട്ട് മൂവ് ആവുന്നതായിരിക്കും. ആ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങളുടെ കണ്ണ് ജസ്റ്റ് നോക്കി അതിനകത്തേക്ക് തന്നെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് രജിസ്റ്റർ ആവുന്ന പറഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ വന്നിട്ട് ഇതിനകത്ത് കുറച്ച് നേരം നോക്കുന്നതാണ് അടുത്ത സെക്ഷനിലേക്ക് പോകും. അങ്ങനെ കുറച്ചധികം സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഓടി കളിക്കുന്നതായിരിക്കും. ഓടി കളിച്ചതിന് ശേഷം നിങ്ങളുടെ ഐ ട്രാക്കിംഗ് സെറ്റായെന്ന് കാണിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ആക്സസിബിലിറ്റിയിലേക്ക് തിരിച്ച് പോകണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് നേരം നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇവിടെ ഒരു ടോഗിളായിട്ട് വന്ന് നിൽക്കുന്നതായിരിക്കും. നമ്മൾ കുറച്ച് നേരം നോക്കുന്ന പറഞ്ഞാൽ അത് രജിസ്റ്റർ ആയിട്ട് അത് സെലക്ട് ആവുന്നതായിരിക്കും. സെലക്ട് ആയിട്ട് ബാക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഐ ട്രാക്കിംഗ് നമുക്ക് വർക്കാവുന്നത്. അപ്പം യൂസ്ഫുള്ളായിട്ട് തോന്നുന്ന ആൾക്കാർ അത് യൂസ് ചെയ്യുക. ഞാനതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറില്ല. അത് ഒരു ഫീച്ചറായിട്ട് തന്നെ ഫോണിൽ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ഫീച്ചേഴ്സ് നമ്മുടെ ഐഫോൺസിലുണ്ട്. അപ്പോൾ ഞാൻ അത് വളരെയധികം യൂസ് ചെയ്യാത്തൊരു ഫീച്ചറാണ്, അതുകൊണ്ട് ഞാൻ അത് ഇനേബിൾ ചെയ്ത് വെച്ചിട്ടില്ല. യൂസ്ഫുള്ളാണ് തോന്നുന്ന ആൾക്കാർ അത് ഇനേബിൾ ചെയ്ത് യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്പിൾ വാച്ച് മിറർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ആപ്പിൾ വാച്ച് മിറർ ചെയ്ത് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മെയിനായിട്ടും ഒരു ആപ്പിൾ വാച്ച് നിങ്ങളുടെ കയ്യിൽ വേണം. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾ സെൻറ്റർ എടുക്കുക. കൺട്രോൾ സെൻറ്റർ എടുക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടോഗിൾ കിട്ടുന്നതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം കൺട്രോൾ സെൻറ്റർ എങ്ങനെയെന്ന് കസ്റ്റമൈസ് ചെയ്യുന്നതൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ കൺട്രോൾ സെൻറ്റർ വരുന്നത്. കൺട്രോൾ സെൻറ്റർ ജസ്റ്റ് പെർസെൻ്റ് ഹോൾഡ് ചെയ്ത് നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ ടോഗിളാക്കണമെങ്കിൽ ഇത്തരത്തിൽ ചെറിയ ടോഗിളാക്കാം. വലിയ ടോഗിളാക്കണമെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് വലുതായി കഴിഞ്ഞാൽ നമുക്ക് വലിയ ടോഗിളാക്കാൻ പറ്റുന്നതാണ്. പിന്നെ കൺട്രോൾ സെൻറ്റർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് നമുക്കിവിടെ ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ നമ്മുടെ കൺട്രോൾ സെൻറ്റർ ആഡ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നവരായിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നോക്കി എൻ്റെ കൺട്രോൾ സെൻറ്ററിൻ്റെ ഓറിയൻറ്റേഷൻ എല്ലാം പോയി കിടക്കുകയാണ്. ഇനി ഒന്നും ഞാൻ അത് സെറ്റ് ചെയ്യണം. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്കൊരു ഇൻഫർമേഷനായിട്ട് തരുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് ആപ്പിൾ വാച്ച് മിററിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് നമ്മൾ ആപ്പിൾ വാച്ച് ഒന്ന് അടിച്ചു നോക്കുക. സ്പെല്ലിങ് തെറ്റി. ആപ്പിൾ വാച്ച് മിററിങ് എന്ന ടോഗിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിവിടെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ ഒരു ടോഗിൾ നമുക്കിവിടെ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യാം. കണക്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാച്ച് നിങ്ങൾ അൺലോക്ക് ചെയ്ത് വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് വർക്ക് ചെയ്യത്തുള്ളൂ. എൻ്റെ വാച്ച് ഇവിടെ അൺലോക്കാണ്. നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വാച്ച് ഇവിടെ മിറർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വാച്ചിനകത്തൊരു ഫുള്ളായിട്ടൊരു ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തൊക്കെ ഈ ഒരു ഫോണിൽ ചെയ്യുന്നു അതെല്ലാം എൻ്റെ വാച്ചിൽ വർക്കാവുന്നതായിരിക്കും. കണ്ടില്ലേ, സ്മൂത്തായിട്ടുള്ള ഒരു വർക്കിംഗ് തന്നെയാണ് നമുക്കിനകത്ത് വരുന്നത്. ഇതില്ലേ എല്ലാം അതേ കണക്ക് തന്നെ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വർക്കൗട്ട്സ് എടുക്കണം. വർക്കൗട്ട്സ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വർക്കൗട്ട് വരുന്നതായിരിക്കും. ഈ ബട്ടൺ പ്രസ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിനായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് വാച്ചിനകത്ത് തന്നെ പോയി ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കുന്നുണ്ട്. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് 3 സെക്കൻഡ് ഷട്ടർ കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് വഴി നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു വാച്ച് നമ്മളെ ഫോണിലേക്ക് മിറർ ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മെയിൻ ഒരു ഫീച്ചർ വന്നിട്ട് നമുക്ക് വോയിസ് മെമ്മോസിലാണ്. വോയിസ് മെമ്മോസിൽ നമുക്കിപ്പം റെക്കോർഡായിട്ടുള്ള ഓഡിയോ നമുക്ക് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ഒരു കൺവേർട്ട് ചെയ്യേണ്ട ടെക്സ്റ്റ് എപ്പോഴും നിങ്ങളിപ്പം ഓഡിയോ ഇംഗ്ലീഷ് ആണെങ്കിൽ മാത്രമേ നമുക്കിത് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ എക്സേ ഒക്കെ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഫോൺ റെക്കോർഡിംഗ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ടെക്സ്റ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു റെക്കോർഡിംഗ് അവിടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. Hi, this is a test video for showing how to record audio and convert it to text on iPhone. ഇപ്പോൾ ഞാൻ അവിടെ അത് ഒരു ചെറിയൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഡിയോ വേവിൻ്റെ ഒരു സിമ്പിൾ കാണുന്നതായിരിക്കും. അത് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. നമ്മുടെ റെക്കോർഡിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു മെസ്സേജ് പോലത്തെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു റെക്കോർഡിൽ എന്താണോ ഉള്ളത് അത് ഇവിടെ ടെക്സ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിത് വന്നിരിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
സെലക്ട് ഓൾ കൊടുത്ത് കോപ്പി കൊടുക്കാം. കോപ്പി കൊടുത്തിട്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഈ ഒരു വോയിസ് മെമ്മോസിൽ നമുക്കുള്ള ടെക്സ്റ്റ് നമ്മൾ വോയിസ് മെമ്മോസിലുള്ള റെക്കോർഡിങ് നമ്മൾ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണത്. അടുത്ത ഫീച്ചർ നമുക്ക് വന്നിരിക്കുന്നത് ഫോട്ടോസ് ആപ്പിലാണ്. ഫോട്ടോസ് ആപ്പിൽ നമുക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോസ് ആപ്പ് എടുത്തത്. അപ്പോൾ എൻ്റെ ഫോട്ടോസ് ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം നമുക്കിപ്പോൾ നോർമലായിട്ട് നിങ്ങൾ ഈ ഒരു ഫോട്ടോസ് ആപ്പ് എടുക്കുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങളോട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കാരണം ഞാനകത്ത് കുറച്ചധികം കാര്യങ്ങൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കസ്റ്റമൈസ് ആൻഡ് റീ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ ഏറ്റവും താഴെ ഫോട്ടോസ് ആപ്പിൽ സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ആൻഡ് റീ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഞാൻ ഇവിടെ ആൽബം മാത്രമേ ഓണാക്കി വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് ഇത്തരത്തിൽ ക്ലീൻ ആയിട്ടൊരു ഇൻ്റർഫേസ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോസ് ആപ്പിൽ വന്നിരിക്കുന്ന ഒരു മെയിൻ ഫീച്ചർ നമുക്ക് സാംസങ് ഫോൺസിലേക്ക് മുമ്പ് വന്നിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിപ്പോൾ ഐഫോൺസിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഈ എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാട്ടും ക്ലീൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഐക്കൺ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് വന്നിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാട്ടും ജസ്റ്റ് ബ്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രഷായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിന്ന് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ക്ലീൻ അപ്പ് ഫീച്ചർ നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫീച്ചറിൽ പറയാനുള്ളത്. അപ്പം വീഡിയോ ഒത്തിരി ലെങ്തായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നത്. അടുത്ത ഐഫോൺ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ സീരീസിൽ നമ്മൾ കൂടുതൽ ഫീച്ചേഴ്സ് നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വേണം നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ ഓരോ പടയിലേക്ക് ഒപ്പം കൂടുതലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.